നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രണ്ടാം വരവ് അത് നല്ല രൂപത്തിൽ ഒന്നുമല്ല അവസാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അവരുടെ പരിശീലകനായ എറിക് ടെൻ ഹാഗുമായി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. തുടർന്ന് അദ്ദേഹം പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റൊരു സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിലേക്കാണ് പോയിട്ടുള്ളത്. യുണൈറ്റഡിൽ കളിച്ച സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഏതായാലും റൊണാൾഡോയുടെ പാർട്ട്ണറായ ജോർജിന റോഡ്രിഗസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ യുണൈറ്റഡ് വിടാൻ തീരുമാനിച്ചപ്പോൾ തനിക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് എന്നാണ് ജോർജിന പറഞ്ഞിട്ടുള്ളത്. അവരുടെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അൽ നസറിലേക്ക് പോവുകയാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. കാരണം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ ഞാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. എന്തെങ്കിലും വലുത് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നു. സൗദിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ്. ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചിരുന്നത്. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് റൊണാൾഡോയുടെ പാർട്ണർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് ഒരു വലിയ മാറ്റത്തിനാണ് സൗദി അറേബ്യയിൽ വഴിവെച്ചിട്ടുള്ളത്. റൊണാൾഡോക്ക് പിന്നാലെ നിരവധി സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കുന്ന ലീഗുകളിൽ ഒന്നായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് യുവതാരങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ ഈ ലീഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.